ഓക്കെ, ഇപ്പോൾ ലോറി ഉടമ മനാഫും നമുക്കൊപ്പം ചേരുന്നു. മനാഫ് ആ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് അല്ലേ? അതെ 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 അതെ. അതായത് ഇപ്പോഴും നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഈ GPS കാണിച്ച ആ സ്ഥലത്താണോ? അതാണോ മനസ്സിലാക്കേണ്ടത്? അവിടെ ജസ്റ്റ് കുറച്ച് ഭാഗം തൊട്ടിട്ടുള്ളൂ. മണ്ണിടിയുന്ന ജിയോളജി വിഭാഗം പറഞ്ഞതിന്റെ പേരില് ഇവർ കൂടുതലായിട്ട് അവിടെ തൊടുന്നില്ല. അപ്പം ഇന്നിപ്പം IG ആണെന്ന് തോന്നുന്നു, കമ്മീഷണറൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഒരു 1.5-2 മണിക്കൂർ ജസ്റ്റ് 12 ഫൂട്ട് ഹൈറ്റ് അവിടെ നിലനിർത്തിയിട്ട് മേലേന്ന് മണ്ണ് മാന്തി വണ്ടിന്റെ മേൽഭാഗം കാണാൻ കഴിയുമോ നോക്കാന്ന് പറഞ്ഞേ. അതായത് ഈ മണ്ണ് മുഴുവൻ നീക്കുന്ന ഒരു ഇതിലേക്ക് പെട്ടെന്ന് കടക്കാൻ പറ്റില്ല എന്നാണോ? അങ്ങനെയാണോ? പറ്റില്ല. അത് ഈ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതാണ് പ്രശ്നം അല്ലേ? മണ്ണ് ഇടിഞ്ഞുള്ളതാണ് പ്രശ്നം. ഇടിയുന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ മനാഫ്, പ്രധാനമായിട്ടും ഇത് ഈ നിങ്ങളുടെ വണ്ടി അത് AC ഓൺ ചെയ്ത് അതൊരു ഫുൾ കവർ ചെയ്ത ഒരു വണ്ടിയാണെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. അതായത് മണ്ണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഏകദേശം പ്രതീക്ഷയിൽ കൂടിയാണല്ലോ ഇങ്ങനെ ഒരു തെരച്ചിൽ നടത്തുന്നത്. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അല്ലെ? വണ്ടിയുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാലോ. അതെ അതെ, നമ്മളൊരു കാഴ്ചപ്പാടില് എന്തായാലും വെള്ളം കേറില്ല 100% ഉറപ്പാണ്. വണ്ടി മയത്ത് വരെ പോകുമ്പോ നോർമലി അറിയാലോ, വെള്ളം കേറൂല, ചളിയും കേറൂല. വല്ല കല്ലോ കാര്യങ്ങളോ വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. 3 ദിവസത്തോളം ആ സിറ്റുവേഷനിൽ തല നിൽക്കുകയാണെങ്കിലും മണ്ണ് കയറാനുള്ള സാധ്യതയില്ല അല്ലേ? ഇല്ല, ചാൻസ് ഇല്ല. ഏതെങ്കിലും കാരണവശാൽ വാതിലോ മറ്റോ തുറന്നു പോയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവുക. തുറക്കില്ല. ഓൾറെഡി നമ്മളൊരു അനുമാനം, വണ്ടിയില് കിടന്നുറങ്ങുകയായിരിക്കും. അങ്ങനാണെങ്കിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ ഫുൾ ലോക്ക് ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ. ഹൈവേയിലല്ലേ? ഓക്കെ, അപ്പോഴും ചില ആശങ്കകൾ നിൽക്കുന്നത് മണ്ണിനടിയിൽ അത്രയും ദിവസം, ഇപ്പൊ 3 ദിവസത്തോളം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുക എന്ന് പറയുന്നത്, അത് എത്രത്തോളം ഗൗരവമായിട്ട് ഈ പരിശോധന എത്രത്തോളം പെട്ടെന്ന് പരിശോധന നടത്തുന്നു അത്രത്തോളം ആശങ്ക മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ? നടത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? ഒരു പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഇതിപ്പോ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഇറങ്ങിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തും. അത് ചിലപ്പോൾ മറ്റുള്ള ഫയർഫോഴ്സിനെക്കാട്ടിയും കൂടുതൽ ആളുകൾ നാട്ടുകാരുണ്ടാവും. ഇവിടെ ഒരാൾ പോലും നാട്ടുകാരില്ല. രക്ഷാപ്രവർത്തനം ഗവൺമെന്റ് ഏൽപ്പിച്ച ആളുകൾ മാത്രം, ഉദ്യോഗസ്ഥന്മാർ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്തുന്നുള്ളൂ. ഈ മനാഫ്, ഞാൻ ആ ബസിന്റെ ഒരു സ്ഥിതി നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് 3 ദിവസത്തോളം അത് അകത്തുനിന്ന് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ, ഭാരത് ബെൻസിന്റെ കമ്പനി എന്ന് പറയുന്നത് 3-ൽ കൂടുതൽ ദിവസം വരെ ബുദ്ധിമുട്ടില്ല എന്നുള്ള, അതായത് വായു കിട്ടാനും അത് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് അകത്തുള്ള, അതിപ്പോ ഡിപ്പെൻസ് അതിന്റെ എന്താന്നുള്ളതല്ല, അതിന്റെ ഉള്ളില് എന്താന്ന് കഴിഞ്ഞാല് വല്ല കല്ലൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. വേറെ ഇതിന് മെയിൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ ഓണായി ഓഫായതാണ് ആകെ കൺഫ്യൂഷൻ ആക്കുന്നത്. ഓക്കെ മനാഫ്, അവിടെ നിൽക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിലും ആ പരിശോധന തുടരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒരുപക്ഷെ വൈകുന്നേരം 6 മണിയോടെ ഇത് നിർത്തും എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം കേരള ഗവൺമെന്റിന്റെ നിർബന്ധം കാരണമാണ്. സാധാരണ 6 മണിയാവുമ്പോ നിർത്തുന്നതാണ്. ഈ നമ്മളെ ഒറ്റ നിർബന്ധം കാരണം 8 മണി വരെ പരമാവധി നമുക്ക് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ 6 മണിക്ക് സ്റ്റോപ്പ് ചെയ്യും. നദിയിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഇത് ഈ 45 ടണ്ണോളം ഭാരമൊക്കെ ഉള്ള ലോറി ആയതുകൊണ്ട് നദിയിലേക്ക് പോയിട്ടില്ല. അത് എല്ലാ പരിശോധനയും പൂർണ്ണമായി അല്ലെ? ആ പരിശോധന നാവികസേന നടത്തി അത് പൂർണ്ണമായി സ്ഥിരീകരിച്ചു. അതെ. ഇത് മറ്റേതൊക്കെ ടാങ്കർ എന്ന് പറയുന്നത് ഒരു ക്യാപ്സ്യൂൾ ടൈപ്പ് ആണല്ലോ, അതൊക്കെ സ്കിഡ് ചെയ്ത് പോകും. ഇത് സ്കിഡ് ചെയ്ത് പോവില്ല.
ഒരു കാര്യം കൂടെ, ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഈ GPS ട്രാക്ക് ചെയ്ത ആ സ്ഥലത്താണ്. അതിന് അതെ 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 അതെ. പിന്നെ അത് മാത്രല്ല, ലോറിയിൽ ലോഡ് ഉള്ളതാണ്. 300 പീസിന്റെ മേലെ മരക്കഷ്ണങ്ങൾ ഉണ്ട് അതില്. ഒരു കഷ്ണം മരം പോലും എവിടുന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, നദിയിൽ കിട്ടിയിട്ടില്ല, മറ്റെവിടെ നിന്ന് കിട്ടിയിട്ടില്ല, എവിടുന്നും കിട്ടിയിട്ടില്ല. ഇല്ല 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 ഇല്ല. ഡൈവേഴ്സ് ഉണ്ടായിന് ഇവിടെ, വെള്ളത്തിന്റെ അടിയിൽ പോണ 10 ആൾക്കാര് കാർവാർന്ന് വന്നിനു. ഇവിടെ അടുത്ത് തന്നെ കാർവാർ എന്ന് പറയുന്നത്. പിന്നെ ഈ പുഴന്ന് ഇപ്പൊ നമ്മൾ നിക്കുന്ന സ്ഥലത്ത് നിന്ന് കടല് എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ കടലാ. ഓക്കെ, നിങ്ങൾ ഇന്നും അവിടെ തുടരുകയാണോ? അതായത് ഈ ഇത് രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നവരെ സ്ഥലത്ത് തുടരാനാണോ പദ്ധതി മനാഫ്? അർജുനെ കിട്ടുന്നവരെ ഇവിടെ തന്നെ തുടരും. റൈറ്റ്. ഏതായാലും നന്ദി മനാഫ്. ലോറി ഓണർ മനാഫ് കൂടിയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി KV ബൈജു, അതായത് അവിടെ നിന്ന് മനാഫ് നൽകുന്ന വിവരമനുസരിച്ച് GPS ട്രാക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ പരിശോധന നടക്കുന്നു. ഇതിപ്പോൾ 3 ദിവസത്തിലേറെയും ഇതിന് ആ വണ്ടിയുടെ ഒരു ഘടന അനുസരിച്ച് അകത്തേക്ക് മണ്ണ് കയറാനുള്ള സാധ്യതയില്ല. പക്ഷെ മറ്റ് ചില ആശങ്കകൾ ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ